ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫ്രണ്ട് ഭാഗം മുഴുവൻ ഇങ്ങനെ പ്ലീറ്റ്സ് ചെയ്ത ഒരു കുർത്തിയാണ്. നെക്കെന്ന് പറയുന്നത് വി നെക്കാണ്, സ്കാലപ്പ് നെക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് ആദ്യം. അപ്പോൾ ആദ്യം ലൈനിങ്ങിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം ഷോൾഡർ 6.5 കൊടുത്തിട്ടുണ്ട്, ആം ഹോളും 6.5 കൊടുത്തിട്ടുണ്ട്, ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 10ഉം പിന്നെ 1.5 ഇഞ്ചസ് സീം അലവൻസും. അതിനുശേഷം ഇങ്ങനെ ആം ഹോൾ കേവ് വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം മേളിൽ നിന്ന് 14 ഇഞ്ച് താഴോട്ട് വേസ്റ്റ് ലെങ്ത് മെഷർ ചെയ്യുക. അവിടുന്ന് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്ന 9, 1.5 ഇഞ്ചസ് സീം അലവൻസ്. അത് കഴിഞ്ഞ് ഹിപ്പ് 22 ഇഞ്ചസ്. അതിൽ നിന്ന് നേരെ എ ലൈനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം താഴേന്ന് മേളിലോട്ട് ഒരു 3 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്ത് ഒന്ന് കേവ് വരയ്ക്കുക. അപ്പോഴേക്കും ആ താഴെയുള്ള ഭാഗം ഇങ്ങനെ തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ലൈനിങ്ങിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഈ സീം അലവൻസ് വിട്ടതിന് ശേഷമുള്ള ഭാഗത്തൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ കട്ടിങ് മെയിൻ ഫാബ്രിക്കിലും ലൈനിങ്ങിലും രണ്ടും രണ്ട് രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ലൈനിങ് എ ലൈൻ ടൈപ്പിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ചെയ്യുന്നതിന് മുന്നായിട്ട് കൈയും കൂടെ സ്ലീവ്സും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ലീവ്സിൻ്റെ ആം ഹോള് ഈ ഒരിതിൽ നമ്മൾ ആ സ്ലീവ്സിൻ്റെ ക്ലോത്തിൽ തന്നെ ഒന്ന് വെച്ച് നോക്കുകയാണ്. വെച്ച് നോക്കിയതിന് ശേഷം സ്ലീവ്സ് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 3/4 സ്ലീവ്സാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് സീം അലവൻസ് ഉൾപ്പെടെ 18 ഇഞ്ച് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് തയ്ച്ച് കഴിയുമ്പോൾ അതൊരു 16 കിട്ടും കേട്ടോ. അതിനുശേഷം ആം ഹോൾ മാർക്ക് ചെയ്തു, സീം അലവൻസും മാർക്ക് ചെയ്തു. അതിനുശേഷം മേളിൽ നിന്ന് ആ മാർക്ക് ചെയ്ത പോയിന്റിലോട്ട്, ആം ഹോളിൻ്റെ ആ പോയിന്റിലോട്ട് ഒരു കേവ് വരയ്ക്കുക. അതിനുശേഷം മെഷർ ചെയ്ത് കൊടുത്തു, എല്ലാം കറക്റ്റാണ്. അതിന് ശേഷം താഴെ സ്ലീവ് റൗണ്ടും കൂടെ ഒന്ന് മെഷർ ചെയ്യുക. അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു കേവ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് നമ്മൾ ആ ഷേപ്പ് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് സ്ലീവിൻ്റെ ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 2 ടൈപ്പ് ക്ലോത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അതായത് മേളിൽ യോക്ക് പോർഷനും താഴെ ജോർജറ്റിൻ്റെ, എല്ലാം ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ മേളിൽ കുറച്ച് ഫ്ലോറൽ പ്രിൻ്റുള്ള ജോർജറ്റിൻ്റെ തുണി വെച്ചിട്ട് യോക്കും അല്ലാതെ പ്ലെയിൻ ആയിട്ടുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് സ്ലീവ് മാർക്ക് ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഞാൻ കുഴിച്ച് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫ്രണ്ട് ലൈനിങ് ആണ്, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. അപ്പം നമ്മുടെ ലൈനിങ്ങിൻ്റെയും കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് യോക്ക് പോർഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ ഫ്ലോറലായിട്ടുള്ള ഈ ക്ലോത്ത്. ഇതപ്പോൾ ഒരു 14 ഇഞ്ച് ഇതിലാണ് എനിക്ക് 13 ഇഞ്ചിലാണ് എനിക്ക് വേണ്ടത്. പക്ഷെ 14 ഇഞ്ച് ഞാൻ സീം അലവൻസും കൂടെ കൊടുത്ത് യോക്ക് അത്രയും ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മേളിലും താഴെയും കൂടെ സ്റ്റിച്ച് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേൽ എനിക്ക് 13 ഇഞ്ചിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഫ്രണ്ട് ആം ഹോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ബാക്കും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ആക്ച്വലി എനിക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഫ്രണ്ടിലും ബാക്കിലും ഞാൻ യോക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലതാണ് ഫസ്റ്റ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയത് കേട്ടോ. അതിൻ്റെ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയത്. ഇതാണ് ഫ്രണ്ട്. അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഈ ഫ്ലോറൽ പ്രിൻ്റുള്ള യോക്ക് പോർഷനാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം വെട്ടിയത് ബാക്കാണ്, രണ്ടാമത് വെട്ടിയതാണ് ഫ്രണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ആ കൈക്കുഴിയും കൂടെ ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുത്തു. അതിനുശേഷം ഇത് സ്ലീവിന് വേണ്ടിയിട്ട് സ്ലീവ്സിലും ഈ സെയിം ക്ലോത്ത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ആ ലൈനിങ് കട്ട് ചെയ്തത് ഈ മെയിൻ ഫാബ്രിക്കിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയലും ആണ് ഇതിൻ്റെ മെയിൻ ഫാബ്രിക് എന്ന് പറയുന്നത്. ലൈനിങ് ഫാബ്രിക് ക്രേപ്പാണ്. അപ്പോൾ ഇത് തെന്നിപ്പോവാൻ ഒരുപാട് സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ പിന്ന് കുത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മൾ കട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ അത് കെയർഫുൾ ആയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ തെന്നിപ്പോയിട്ട് നമ്മുടെ കട്ടിങ്ങും ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വെട്ടിയത്
താഴേക്കുള്ള സ്കേർട്ട് പാർട്ടിനുള്ള തുണിയാണ് കേട്ടോ. അതിൻ്റെ ലെങ്ത് എടുത്തിട്ട് ഞാൻ മുറിച്ച് മാറ്റിയതാണ്. ഇത് ഇപ്പോൾ നെക്കിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്ത് ഞാനൊരു 7 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ സ്കാലപ്സ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിത് കൊടുത്തിരിക്കുന്നത് ഒത്തിരി ഇങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള സ്കാലപ്സ് അല്ല, ഒരു ലൈറ്റ് സ്കാലപ്പാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടുത്ത് 1 ഇഞ്ചും കൂടെ സീം അലവൻസിനുള്ള ഇതും കൂടെ കൊടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്കാലപ്സ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റോ അല്ലെങ്കിൽ ആ കട്ടിങ്ങോ മാറിപ്പോയാൽ അത് ഭയങ്കര വൃത്തികേടായിപ്പോവും. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല നീറ്റായിട്ട് അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ലൈനിങ്ങും ചേർത്ത് ആ മെയിൻ ഫാബ്രിക്കും ചേർത്തിട്ട് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ബാക്ക് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് മാത്രമേ ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളൂ. അത് യോജിപ്പിച്ചതിന് ശേഷം ഇത് ഫ്രണ്ട് ഭാഗം യോജിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നെക്കൊക്കെ ഞാൻ ഇങ്ങനെ ഒരു തുണിയിൽ ഞാൻ നേരത്തെയുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് നെക്ക് പിടിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ അതുപോലെ ഞാൻ വേറെ തുണിയിൽ ഈ ഒരു ക്യാൻവാസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നുകൊണ്ട് സെക്യൂർ ചെയ്തതിന് ശേഷം ഈ ഫ്രണ്ട് പോർഷൻ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ നെക്കിൽ അതിലും നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് സെൻറ്റർ ഇതുപോലെ ഒന്ന് പിന്നുകൊണ്ട് സെക്യൂർ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ വളരെ സൂക്ഷിച്ച് കാരണം ചെറിയ ചെറിയ സ്കാലപ്സ് അല്ലേ, അപ്പോൾ അത് തയ്ച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പതുക്കെ വളരെ സൂക്ഷിച്ച് സ്റ്റിച്ചസ് ഒന്നും ഈ ലൈനിങ്ങിലല്ല ആ ഒരു ക്യാൻവാസിൽ കൊള്ളാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. കാരണം നമ്മൾ കെയർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്റ്റിച്ചിൻ്റെ ഫിനിഷിങ് തന്നെ മാറിപ്പോവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് മാറ്റിയിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ കട്ടിങ്ങും അത് വളരെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ മാറിപ്പോവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സ്കാലപ്പ് നെക്സ് വരുമ്പോഴത്തേലുള്ളതെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ബട്ട് ഇതിപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന സ്കാലപ്സൊക്കെ ചെറുതാണ്. ഒത്തിരി അതിന് എന്താ പറയുന്നത് ഡെപ്ത് ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്തു വന്നപ്പം സ്കാലപ്സ് അധികം അങ്ങോട്ട് ഇതാവുന്നില്ല. ചെറിയ സ്കാലപ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വലിയതായിട്ടുള്ള സ്കാലപ്സ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു ഞാൻ വരച്ചിരിക്കുന്ന ആ കേർവ് ഷേപ്പ് കുറച്ചും കൂടെ ഡെപ്തിൽ കൊടുത്താൽ മതി. അപ്പോൾ നല്ല വലിയ സ്കാലപ്സ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കാനും അതേ ഈ ചെറിയ സ്കാലപ്സ് ആയിട്ട് ഇത്തിരി പ്രശ്നമാണ്. കണ്ടോ, ഇതിപ്പോൾ ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു സ്കാലപ്പ് നെക്കാണ്. അതിനുശേഷം അത് ഞാൻ കഴുത്ത് ജോയിൻ ചെയ്തു. ഇതിങ്ങനെ പ്ലീറ്റ്സ് വെച്ചിട്ട് ഇതും ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്കിത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് കാണിക്കാം. കാരണം ഇതിപ്പോൾ എനിക്കൊരു 10 മിനിറ്റിൻ്റെ അകത്ത് ഈ വീഡിയോ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓരോന്നായിട്ട് ഇതിൽ കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചത്. അപ്പോൾ പ്ലീറ്റ്സ് ഫ്രണ്ടിൽ ക്ലോത്തിൽ നമ്മൾ ഈ വേസ്റ്റിൻ്റെ യോക്കിൻ്റെ പോർഷൻ കഴിഞ്ഞ് ബാക്കിയുള്ള പോർഷൻ്റെ ലെങ്ത് എടുത്തതിന് ശേഷം ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഫ്രണ്ട് പോർഷനിൽ അതൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഷോൾഡർ യോജിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഈ സീം ഒന്നും പുറത്ത് തയ്യൽ ആ ഒരു എഡ്ജസ് ഒന്നും പുറത്ത് കാണാതിരിക്കാതെ ഇങ്ങനെ കവേർഡാക്കി തയ്ക്കാനാണ് ഇങ്ങനെ ഷോൾഡർ തയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേലും ഒരിക്കലും പുറത്ത് കാണത്തില്ല. ഞാനതൊന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ കൂടെ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഞാൻ നമ്പർ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. അല്ല നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രസ്സസ് തയ്ച്ച് വേണം എന്നുണ്ടെങ്കിൽ
അതും ഈ നമ്പറിലൂടെ എന്നെ അറിയിച്ചാൽ മതി. ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ട്രിവാൻഡ്രത്തിനകത്ത് ഉള്ളവരുടെ കാര്യമാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഞാൻ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അല്ലാത്തവർ എല്ലാം ഓൺലൈനിൽ കൂടെ തന്നെ ചെയ്യുക. അപ്പം നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും